കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ ഇഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും നേരത്തെ ചീഫ് സെക്രട്ടറി KM ഇബ്രാഹിനും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനും ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്ത വിവാദമായ ഒരു ഇടപാടാണ് കിഫ്ബിയുടെ മസാല ബോണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? അതിനെ ഇഡിയുടെ നോട്ടീസ് കിട്ടിയ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അതുപോലെ മുൻ മന്ത്രി ധനമന്ത്രി തോമസ് ഐസക്കിന് എന്താണ് റോള്? ഇത് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഗവൺമെന്റ് ചെയ്ത കാര്യം നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പണമില്ലാതെ കടത്തി മുങ്ങി നിൽക്കുന്ന കേരള ഗവൺമെന്റ് പണം ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടെത്തി. ആ മാർഗത്തിൽ കൂടെ പണം വന്നു. 2150 കോടി വന്നു. 60,102 കോടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലെ ഡെവലപ്മെന്റിന് സർക്കാർ പണം കണ്ടെത്താൻ ശ്രമിച്ചത്. അതൊരു നല്ല കടത്തി മുങ്ങിയിരിക്കുന്ന നമ്മൾ ഇവിടെ ഒരു ജീവൻ വെക്കണമെങ്കിൽ ഇവിടെ ഫണ്ട് ഒഴുകണം. അങ്ങനെ നമ്മൾ ആ 5-6 രംഗത്തേക്ക് ഫണ്ട് ഒഴുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് റോഡ് വികസനത്തിന്, അതുപോലെ IT മേഖലയിലും, വാട്ടർ സാനിറ്റേഷൻ, അത് നല്ല ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കേരളം മുഴുവൻ, ഹെൽത്ത് കെയർ, കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് അതിനുശേഷവുമുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ രംഗം, പിന്നെ എനർജി, ഇത്രയും കാര്യത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് സർക്കാരിന് ഫണ്ടില്ല.